നമുക്ക് കരുതലാകാം, കാവലാകാം വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ വസ്തുക്കൾ അടൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കളക്ഷൻ വണ്ടിയിൽ സ്വീകരിച്ചു വരുന്നു. കാരണം ഞാൻ ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. ഓരോരുത്തരുടെയും വിളിച്ചുകല് കണ്ടിട്ട് മനം തകർന്നു പോയി. സത്യം ഇതുവരെ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമാണ്. കാരണം എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണം. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാം ഇറങ്ങി വന്നത്. ഞങ്ങൾ ഈ കടക്കാരെല്ലാം നേരത്തെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയപ്പോഴേ എല്ലാം ഒരുക്കി വെച്ചേക്കോ, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓരോന്ന് തരാൻ വേണ്ടി. ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ട അടൂരിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന കളക്ഷൻ സെൻ്ററിലാണ്. നിങ്ങൾ വലിയ തരത്തിൽ തന്നെ ഒരു കളക്ഷൻ നടത്തുകയാണല്ലേ? വയനാടിനായി നാടൊരുമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെയും. കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാട് നടന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആളുകൾ ഒലിച്ചു പോകുന്നൊരു സാഹചര്യവും, ഇപ്പോൾ കേരളം 50 വർഷത്തിനകത്ത് ഏറ്റവും വലിയ പ്രളയം കേരളത്തിനകത്തുണ്ടാകുമ്പോൾ കഴിഞ്ഞ 2018 പ്രളയത്തിനും സമാനമായി വലിയ ആശങ്കയോടുകൂടി ജനങ്ങൾ ഈ പ്രളയത്തെ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 11 ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ്, ഇതുപോലെ തന്നെ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ കളക്ഷൻ സെൻറ്ററുകൾ 11 ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ അടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ടൗണിൽ ഈ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചുകൊണ്ട് കളക്ഷനുകൾ, ഈ അവശ്യ സാധനങ്ങൾ, തുണി, അതുപോലെ തന്നെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ജനങ്ങൾ വലിയ വലിയ സങ്കടത്തോടുകൂടി തങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ട വേദനയിൽ ആ വേദന സഹിച്ചുകൊണ്ടാണ് ആളുകൾ നമ്മൾ ചോദിക്കാതെ തന്നെ ഈ കളക്ഷൻ സെൻറ്ററുകളിലേക്ക് ഈ സാധനങ്ങൾ നമ്മൾ എത്തിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, നമ്മുടെ നാട് പുറകോട്ട് പോകത്തില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഈ ഈ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വയനാട് നടന്ന ആ ഉരുൾപൊട്ടലിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് സദാ സന്നദ്ധമായി ഈ പ്രവർത്തനത്തിൽ സന്നദ്ധമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അടൂർ ബ്ലോക്ക് പ്രസിഡന്റ് വിഷ്ണുവിടെ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സാധാരണക്കാർ ഉൾപ്പെടെ നമ്മുടെ ഈ കളക്ഷൻ ഈ വാഹനം എത്തുന്ന അതായത് നാട്ടിലുള്ള സർവ്വജനങ്ങളും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു സന്ദേശം കൂടിയല്ല ഇത് നൽകുന്നതോ? തീർച്ചയായും ഞങ്ങൾ ഈ കളക്ഷൻ ആരംഭിച്ചപ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണയാണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത്. നമുക്കറിയാം, വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് സാധനങ്ങൾ തരുമ്പോൾ ആ റോഡിലൂടെ പോകുന്ന സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്ക് കഴിയുന്ന സഹായം ഇവിടെ തരികയാണ്. ഇപ്പോൾ ഈ കളക്ഷൻ സെൻറ്റർ നമ്മൾ അടൂർ ടൗണിൽ നിന്നും മാത്രമായി തന്നെ നമുക്ക് ഈ കളക്ഷൻ സെൻറ്ററിൽ ഒരു റൂം നിറഞ്ഞു. ഇനിയും അടൂരിലെ 11-12 മേഖലാ കമ്മിറ്റിയിൽ നിന്നും മുഴുവൻ സാധനങ്ങൾ എത്തുമ്പോൾ തീർച്ചയായും ആവശ്യ വസ്തുക്കളെല്ലാം നമുക്ക് വയനാട് എത്തിക്കാൻ വേണ്ടി കഴിയും. നാളെ ഡിവൈഎഫ് അടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടോറസ് നിറച്ച് സാധനങ്ങൾ വയനാട് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും. അതിനുശേഷം വീണ്ടും ആവശ്യകത ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വീണ്ടും ഒരു വണ്ടി വിടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ തീർക്കും. നിലയിൽ നമ്മൾ ഒരു സഹായം ചെയ്യുകയാണ്. നമ്മളെപ്പോലുള്ള സഹോദരങ്ങളല്ലയോ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം ഞാൻ ചെയ്യുന്നു. ഇനിയും എൻ്റെ കയ്യിൽ അങ്ങനെ വരുമ്പോൾ ഇനിയും നമ്മൾ ചെയ്യും. വീടും ഉറ്റവരെ നഷ്ടപ്പെട്ടവരെയൊക്കെ നമുക്കറിയാമല്ലോ. ആരോരും ഇല്ലാത്ത രീതിയിൽ ഓരോ സാഹചര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ നമുക്ക് അതിൻ്റെ വേദന നമുക്കും അറിയാവുന്നതാണ്. അവരെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ അനുഭവം പോലെയാണ് നമുക്ക്. അടൂരിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് പ്രനോടൊപ്പം സുജു ടി ബാബു.